അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ഓടി നടക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു കബൂലാക്കട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരു സുന്ദരമായ വിശ്വാസികൾ കാത്തുനിന്ന മാസത്തിലാണ് നാം ഉള്ളത്. പരിശുദ്ധമായ റജബുൻ ഷഹ്റുല്ലാ, അള്ളാന്റെ മാസമാണ്. അള്ളാന്റെ മാസമാകുമ്പോൾ തന്നെ അതിന് വല്ലാത്തൊരു മഹത്വമുണ്ട്, മഹാത്മ്യമുണ്ട്. റബ്ബിന്റെ പേരിലേക്ക് ചേർത്താണ് അള്ളാഹ് പറഞ്ഞത് ഷഹ്റുല്ലാ, അള്ളാന്റെ മാസം. ആ അള്ളാഹുവിന്റെ മാസമാകുന്ന റജബിൽ ആ പടച്ചവനിലേക്ക് അടുക്കൽ ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ കടമയാണ്. അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാണ്? വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, റബ്ബിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പടച്ചവനിലേക്ക് കൂടുതൽ അടുക്കുന്നതനുസരിച്ച് അള്ളാഹു നമ്മുടെ പദവി അള്ളാഹു ഉയർത്തും, സ്വർഗത്തിൽ സ്ഥാനം തരും, പ്രയാസ പ്രതിസന്ധികളൊക്കെ അധികരിപ്പിക്കും, പരീക്ഷണങ്ങളുടെ തീച്ചുളയിൽ വലിച്ചെറിയും. അതൊക്കെ പ്രതീക്ഷിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്നത് ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അള്ളാഹുവിന്റെ അനന്തകോടി അനുഗ്രഹങ്ങളെ തെല്ലുന്ന ജന്നാത്തുൽ ഫിർദൗസ് നിങ്ങൾക്ക് സമ്മാനമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. ആ പരിശുദ്ധമായ അള്ളാന്റെ മാസമാകുന്ന ഈ റജബിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന ഒരു 10 മാർഗമുണ്ട്. 10 മാർഗങ്ങൾ നിങ്ങൾ ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വർഗമുണ്ടെന്നാണ്. ഈ റജബ് നിങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ്. റജബിലൂടെ ഷഅബാനിലെത്താൻ കഴിയുമെന്നാണ്. ഷഅബാനിലൂടെ റമളാനിലെത്തും, റമളാനിലൂടെ സ്വർഗത്തിലെത്തും. എന്തൊരു തുടക്കം നോക്കിയേ! ഏതൊരു കാര്യത്തിന് തുടക്കം നന്നാവണ്ടേ? ആ തുടക്കമാണ് ഇൻഷാ അല്ലാഹ് റബ്ബിലേക്ക് അടുക്കാൻ കഴിയുന്ന 10 മാർഗങ്ങൾ. കുറഞ്ഞ സമയം, കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാതെ മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വേഗം പറഞ്ഞു പോകാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമത്തതിന്റെ പ്രിയമുള്ളവരെ, ഖിറാഅത്തുൽ ഖുർആൻ. ഖുർആൻ ഓതുന്നവരാവുക. നമ്മൾ ഈ ഖുർആൻ ഓതും എന്നാണ്? മഗ്‌രിബ് നിസ്കാരം കഴിയുമ്പോൾ വാഖിയ ഓതും, മുൽക്ക് ഓതും, യാസീൻ ഓതും, സജദ ഓതുന്നവരുണ്ട്. ഇതൊക്കെ നമ്മൾ ഓതും. അത് പോരാ. അതോടൊപ്പം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഖത്ം ഓതുന്നവരാവുക. ഒരു ദിവസം ഒരു പേജാകട്ടെ, അല്ലെങ്കിൽ ഒരു 5 പേജാകട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു 40 ദിവസത്തിനുള്ളിൽ ഒരു ഖത്തം നമ്മൾ തീർത്തിരിക്കണം. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു 4 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം തീർക്കുമെന്നാണ്. 4 ദിവസത്തിനുള്ളിൽ ഒരു ഖത്തം തീർക്കുമെന്നാണ്. നമുക്കൊരു 40 ദിവസമെങ്കിലും ഒരു ഖത്തം തീർത്തൂടെ? ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഒരു ജുസ് ഓതിയാ മതി. ഒരു ജുസ് എന്ന് പറയുമ്പോൾ 10 പേജാണ്. അപ്പൊ 5 വഖത്ത് നിസ്കാരത്തിന് 2 പേജ് വെച്ച് ഓതിയാ അതിൽ 10 പേപ്പറാകും, ഒരു ജുസ് ആകും. അങ്ങനെ 30 ദിവസമാകുമ്പോൾ ഒരു ജുസ്, ഒരു ഖത്തം നമുക്ക് പൂർത്തിയാകും. അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. ഖുർആനാണ് നമുക്ക് വഴികാട്ടി, ഖുർആനാണ് നമുക്ക് ശുപാർശകൻ, ഖുർആനാണ് നമുക്ക് സ്വർഗം, ഖുർആനാണ് നമ്മുടെ പിടിവള്ളി, ഖുർആനാകണം നമ്മുടെ ജീവിതം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ ഒന്നാമത്തെ എന്താകണം? ഖുർആൻ പാരായണം ചെയ്യുക. രണ്ടാമത്തത് ദിക്റുകൾ അധികരിപ്പിക്കുക. ഖുർആൻ മാത്രം ഓതിയാ പോരാ, ഖുർആനിലെ ദിക്റുകളുണ്ട്. നമ്മൾ എന്താണ് ദിക്റുകൾ? അറിയാവുന്ന ദിക്റുകളൊക്കെ, ഇസ്തിഗ്ഫാർ ആകട്ടെ, സുബ്ഹാനല്ലാഹ് ആകട്ടെ, അൽഹംദുലില്ലാഹ് ആകട്ടെ, അല്ലാഹു ഏത് ദിക്ർ നമുക്ക് ചൊല്ലാം. ദിക്റുകൾ നാവ് കൊണ്ട്, വലിസാനുൻ ദാക്കിർ, ദിക്ർ ചെയ്യുന്ന നാവ് ദുനിയാവിന്റെ നിധികളിൽപ്പെട്ട നിധിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി കൻസും മിൻ കുനൂസിൽ ജന്ന, ദുനിയാവിന്റെ നിധികളിൽപ്പെട്ട ഒരു ദുനിയാവിന്റെ നിധികളിൽപ്പെട്ട നിധിയാണ് എന്ത്? ദിക്ർ ചെയ്യുന്ന നാവ്. അള്ളാഹു അതിന് ഭാഗ്യം തരട്ടെ. അതുപോലെ മൂന്നാമത്തത് സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക. ഫർദ് നമസ്കരിക്കും, അത് ഉറപ്പാണ്. പക്ഷേ സുന്നത്തില്ല. ദുഹറിന് മുമ്പും ശേഷവും, അസറിന് മുമ്പ്, മഗ്‌രിബിന് ശേഷം മുമ്പും, ഇശാക്ക് മുമ്പും ശേഷവും, സുബൈക്ക് മുമ്പും ഒക്കെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക. അതുപോലെ ലുഹ, തഹജ്ജുദ്, അത് വിത്ർ നിസ്കാരം, ഇതൊക്കെ സുന്നത്തുകൾ അധികരിപ്പിക്കണം. സുന്നത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണം. സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുന്നവർക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുമെന്നാണ്. കാരണം എന്താ? ഒരു അടിമ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക വഹുവ ഫി സുജൂദ്, അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. ഫർള് നിസ്കാരത്തിൽ മാത്രം പോരാ, സുന്നത്ത് കൂടി നിസ്കരിച്ച് സുജൂദിലൂടെ റബ്ബിലേക്ക് അടുക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. നാലാമത്തത് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന് മുൻതൂക്കം കൊടുക്കണം. അള്ളയാണെല്ലാം, ബാക്കിയെല്ലാം നമുക്ക് വേണം. ഭാര്യ വേണം, ഭർത്താവ് വേണം, മക്കൾ വേണം, ഇതൊക്കെ വേണം. പക്ഷെ അതെല്ലാം റബ്ബിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ?
റബ്ബിന് നമ്മൾ സ്ഥാനം കൊടുക്കണം. എന്താ പ്രശ്നം എന്നറിയോ? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമുക്കൊരാൾക്ക് കടം കൊടുക്കാനുണ്ട്, കടം വാങ്ങിയതാണ്, ഇത്രാം തീയതി തരാമെന്ന് പറഞ്ഞു. രാവിലെ വൈകുന്നേരം മുഴുവൻ ഓടി കിട്ടിയില്ല, നാളെ രാവിലെ 10 മണിക്കാണ് പൈസ കൊടുക്കാനുള്ളത്. നമ്മൾ എന്ത് ചെയ്യും? രാവിലെ കൂട്ടുകാരെ വിളിക്കും, നാട്ടുകാരെ വിളിക്കും, ബന്ധുക്കാരെ വിളിക്കും, സംഘടനക്കാരെ വിളിക്കും, എല്ലാവരെയും വിളിക്കും. ഒരു രക്ഷയില്ല, ആരും പൈസ തരാനില്ല. അപ്പൊ നമ്മളൊരു പറച്ചിലുണ്ട്, അല്ലാ എല്ലായിടത്തും ഞാൻ പോയി, ഇനി നീയാണ് രക്ഷ. അല്ല, ആദ്യം പടച്ചവനോട് പറയണം, പടച്ചവനെ നീയാണ് രക്ഷ, നിന്നെയാണ് തവക്കുല്, ഞാൻ ഇറങ്ങാൻ പോവാണ്, ആരോടെങ്കിലൊക്കെ ചോദിക്കാൻ പോവാണ്, ഒന്ന് സഹായിക്കണേ, ഒന്ന് വഴി തുറന്നു തരണേ. റബ്ബ് തുറക്കും. ഇത് എല്ലാ വാതിലും മുട്ടിയിട്ടല്ല റബ്ബിനെ തുറക്കാനുള്ളത്, അല്ലേ? നമ്മൾ ശ്രദ്ധിക്കണം. ഹോസ്പിറ്റലിൽ പോവാണ്, ടെസ്റ്റ് ചെയ്തു, റിസൾട്ട് വരാമോ? റിസൾട്ട് വരുമ്പോൾ ഒരു പടച്ചോൻ, ടെസ്റ്റ് ചെയ്യുമ്പോൾ പടച്ചോൻ വേണ്ട, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പടച്ചോൻ വേണ്ട, റിസൾട്ട് വരുമ്പോൾ ഒരു പടച്ചോൻ, അത് വേണ്ട. അള്ളാഹുവിന് നമ്മൾ മുൻതൂക്കം നൽകുന്നവരാവുക. അതുപോലെ അഞ്ചാമത്തത് റബ്ബിലേക്ക് അടുക്കാൻ കഴിയുന്ന ഈ റജബ് മാസത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന അഞ്ചാമത്തെ ഏറ്റവും വലിയ മാർഗം അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക. ഇൻ ശക്കർതും ലഅസീദന്നകും. അതൊരു വണ്ടിയുടെ പുറകിൽ, കാറിന്റെ വാഹനങ്ങളുടെ പുറകിൽ എഴുതി വെക്കുന്ന ഒരു സ്റ്റിക്കറായി മാറി അല്ല, അത് ഖുർആൻ ആയത്താണ്. ഇൻ ശക്കർതും, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യേ, ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരാം. നിമിതങ്ങൾ പാതിരാത്രി കാലിൽ നീര് കെട്ടുമാറി നമസ്കരിച്ചപ്പോ ആയിഷ ബിവി ചോദിച്ചില്ലേ, എന്തിനാ നിസ്കരിക്കണം നബിയെ? നിമിതങ്ങൾ പറഞ്ഞെന്താ? ആയിഷ, അഫല അനകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ. അതാണ്, നന്ദിയുള്ള അടിമയാകണം. നമ്മൾ പലപ്പോഴും പല കൂട്ടുകാരോട്, നമ്മുടെ വീട്ടുകാരോട് ചോദിക്കടാ നിനക്ക് നന്ദിയുണ്ടോ? പടച്ചു നമ്മളോട് ചോദിച്ച എന്താ മറുപടി പറയാൻ കഴിയുക? നമ്മൾ ശ്വസിച്ച ഓക്സിജൻ, നമ്മൾ ചിന്തിക്കുക, നമ്മൾ ശ്വാസോച്ഛ്വാസങ്ങൾ, കഴിച്ച ഭക്ഷണം, കുടിച്ച വെള്ളം, ഇവിടെയാണ് കണക്ക് പറയാൻ പറ്റുക. ചിന്തിക്ക്, നമ്മൾ നടന്നു, നമ്മുടെ വാഹനം നമുക്കറിയാം ഒരു 50,000 കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടിയ ടയർ മാറേണ്ടി വരും. വാഹനത്തിൽ ടയർ മാറണം. നമ്മൾ 50 വയസ്സ് വരെ ഓടി, 40 വയസ്സ് വരെ ഓടി, 70 വയസ്സ് വരെ ഓടി, നമ്മുടെ അൽഹംദുലില്ലാ കാല് മാറ്റി വെക്കേണ്ടി വന്നിട്ടില്ല. കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അള്ളാഹ് രോഗമാണ്, പക്ഷേ നമുക്ക് നന്ദിയുണ്ടോ? നന്ദിയുണ്ടോ? നമ്മൾ ചിന്തിക്ക്, നന്ദിയുള്ളവരാവുക. അതുപോലെ ആറാമത്തത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന മാർഗം, ഒറ്റക്കിരുന്ന് റബ്ബിനെയോർത്ത് കരയുക. അള്ളാഹിനെയോർത്ത് കരയുന്നവരായ അള്ളാഹിലേക്ക് അടുക്കാൻ കഴിയുമെന്നാണ്. എത്രത്തോളം കരയണം? രാപ്പകലില്ലാതെ കരയൊന്നും വേണ്ട, 24 മണിക്കൂറും കരച്ചിൽ, അത് വേണ്ട. പിന്നെയോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഈച്ചയുടെ മിസ്ലു റഅസി ദുബാബി മിൻ ഖശിയത്തില്ലാ, അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് ഈച്ചയുടെ തലയോളം ഒരു തുള്ളി കണ്ണുനീർ. അള്ളാഹിനെ ഓർത്തായിരിക്കണം. സിനിമ കണ്ടിട്ടും സീരിയൽ കണ്ടിട്ടും എന്തെങ്കിലും റീൽസ് കണ്ടിട്ടും കരഞ്ഞതല്ല. പിന്നെയോ അള്ളാഹിനെ ഓർത്ത് നീ കരഞ്ഞാൽ, ഒരു തുള്ളി കണ്ണുനീര് വന്നാൽ, അത് അള്ളാഹിന്റെ മാർഗത്തിലാണ്. നരകം നിനക്ക് നിഷിദ്ധമാണ്, നരകത്തിന്റെ തീയെ കെടുത്തിക്കളയാൻ അത് മതി, അതുപോലും കഴിയില്ലെന്നാണ്. ഒരു തുള്ളി കണ്ണുനീർ എന്നൊക്കെ പറഞ്ഞ നിസ്സാരമല്ലേ? പക്ഷെ അതുപോലും കഴിയാത്ത സമൂഹമായി, ആളുകളായി, കൽബിന്റെ ഉടമകളായി നമ്മൾ മാറിപ്പോയി. അതുകൊണ്ട് അള്ളാഹിനെ ഓർത്ത് കരയുക. ദുആ ചെയ്യുമ്പോൾ അള്ളാഹ് കടമാണ്, അങ്ങനെ കരഞ്ഞാൽ പറ്റൂല. അള്ളാഹ് മക്കളെ കെട്ടിക്കണം, കല്യാണം നടക്കണം, അങ്ങനെ കരഞ്ഞാൽ പറ്റൂല. പിന്നെയോ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത്, അല്ലാഹ് നീ തന്ന അനുഗ്രഹങ്ങളെ ഓർത്തൊന്ന് നന്ദി ചെയ്ത് കരയാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അവിടെയാണ് കഴിയുക. അതുപോലെ തന്നെ ഏഴാമത്തത് പറയുന്നു, സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കുക, സ്വാലിഹീങ്ങളുടെ കൂടെ ഇരിക്കുക. അത് ആലിമീങ്ങളാകാം, സ്വാലിഹീങ്ങളെ ഒരിറ്റ തഹജ്ജുദ് മുടക്കാറില്ല, അവരോട് ഒന്ന് ഇരിക്കുക. സ്വാലിഹീങ്ങളുടെ കൂടെ, സ്വാലിഹത്തുകളുടെ കൂടെ നമ്മളൊന്ന് ഇരുന്നാൽ അള്ളാഹുവിന്റെ അടുപ്പം നമുക്ക് കരഗതമാക്കാൻ കഴിയും. അതുപോലെ എട്ടാമത്തത് അസ്മാഉൽ ഹുസ്ന പതിവാക്കുക. എല്ലാ ദിവസവും എത്ര മിനിറ്റ് വേണം? 5 മിനിറ്റ് വേണ്ടല്ലോ ഒന്ന് വേഗത്തിൽ ഓതി തീർക്കാൻ. 99 നാമങ്ങൾ. അൽഹംദുലില്ലാ, എന്റെ ബദറും തീരം എന്ന് പറയുന്ന ആത്മീയ മജ്‌ലിസ് നാം എല്ലാ ദിവസവും 9 മണിക്ക് മജ്‌ലിസിൽ അസ്മാഉൽ ഹുസ്ന പാരായണം ചെയ്യുന്നത്. 10,000-ങ്ങളാണ് അസ്മാഉൽ ഹുസ്ന പാരായണം ചെയ്യുന്ന ബദറും തീരത്തിലൂടെ. അൽഹംദുലില്ലാ, ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് മഹാന്മാരുടെ ചരിത്രം പാടി പറഞ്ഞ് തിബ്ബുസ് സ്വലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ചൊല്ലിയിട്ടാണ് അൽഹംദുലില്ലാ ദുആ ചെയ്യുന്നത്. വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും മജ്‌ലിസ് ഉണ്ട്, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ അസ്മാഉൽ ഹുസ്ന നമ്മൾ പതിവാക്കുന്നവരാവുക, റബ്ബിലേക്ക് അടുക്കാൻ കഴിയും. അതുപോലെ 9-ാമത്തത് പറഞ്ഞു, അള്ളാന്റെ മുന്നിൽ ഞാൻ ചെറുതാണ് എന്ന് ചിന്തിക്കണം എന്ന ചിന്ത വേണം. ഇത് ഞാനാണ് വലുത് എന്ന ചിന്തയാണ്. ഞാനാണ് വലുത്, ഞാൻ പറഞ്ഞ ആളുകൾ കേൾക്കും, ഞാനാണെല്ലാം, എന്റെ സമ്പത്തുണ്ട്, എന്റെ 2 നില വീടുണ്ട്, എന്റെ കൂടി ഒരു വാഹനമുണ്ട്, റാഡോ വാച്ച് ഉണ്ട്, നല്ല വസ്ത്രമുണ്ട്, അതല്ല മൊബൈൽ ഉണ്ട്, ഞാൻ തന്നെയാണ് വാപ്പ എന്ന ചിന്ത വേണ്ട. അള്ളാടെ മുന്നിൽ 0 ആണ്
നമ്മളൊക്കെ. അള്ളാഹിന്റെ മുന്നിൽ കൊതുകിന്റെ വില പോലും നമുക്കില്ല. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹിനേക്കാൾ വലിയ ആളുകളാണ് എന്ന ചിന്ത നമുക്ക് വേണ്ട. അതുപോലെ 10ാമത്തത് പറഞ്ഞു, നമ്മുടെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള മറകളെ അള്ളാഹു മാറ്റണം. നമ്മൾ മാറ്റണം. നമ്മുടെ കൽബിന്റെയും പടച്ചവന്റെയും ഇടയിലുള്ള മറകൾ മാറ്റണം. അത് ഹറാമായ ചിന്തകളാകാം, ഹറാമായ നോട്ടങ്ങളാകാം, ഹറാമായ വർത്തമാനങ്ങളാകാം, ഹറാമായ ഓരോരോ പ്രവർത്തനങ്ങളാകാം. എല്ലാം അള്ളാഹുവിന്റെ നോട്ടം. ഇന്നലെ നമ്മൾ പറഞ്ഞത് റബ്ബിനെ നോട്ടം തടയുന്ന കാര്യങ്ങളാണ്. ആ റഹ്മത്തിന്റെ നോട്ടം തടയുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. അപ്പൊ നമ്മുടെ മുന്നിലും അള്ളാഹ്ക്കിടയിലുമായി എന്താണോ മറയുള്ളത്, ആ മറ മാറ്റൽ പടച്ചവനിലേക്ക് അടുക്കാൻ കഴിയുന്ന മാർഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ, ഈ 10ഓളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ചാൽ ഈ റജബ് നമുക്ക് അനുകൂലമായി ആ റജബിലൂടെ ഷഅബാനിലെത്താം, ഷഅബാനിലൂടെ റമളാനിലെത്താം, റമളാനിലൂടെ റയ്യാൻ എന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകാം, ഫിർദൗസ് എന്ന സ്വർഗത്തിൽ കടന്നു പോകാം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രധാനിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹ് സ്വീകരിക്കട്ടെ, അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആരക്കണം. കമന്റിലൂടെ അറിയിച്ച എല്ലാ കമന്റുകളും വായിക്കുന്നുണ്ട്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.